ഇന്നൊരു ഉച്ചയായപ്പം ഒരു പൂച്ചക്കുട്ടി കരയുന്ന ഒച്ച കേട്ടിട്ടാട്ടോ ഞാൻ കൂടിൻ്റെ അടുത്തേക്ക് പോയി നോക്കുന്നത്. കുറുമ്പി പ്രസവിക്കാനായി എന്നറിയെങ്കിലും എന്നാണ് ഡേറ്റ് എന്നുള്ള ഒരറിവില്ലായിരുന്നു. മീറ്റിംഗ് ഒന്നും ഞാൻ കാണാത്തതുകൊണ്ട് തന്നെ. പക്ഷെ പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അയ്യോ പ്രസവിച്ചല്ല, അല്ലെങ്കിൽ ഞാൻ ഫുൾ പ്രിപ്പയർ ആയിരിക്കുമായിരുന്നു ഒരു ഡെലിവറി എടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ രണ്ടാമത്തേനെ പുഷ് ചെയ്യായിരുന്നു കുറുമ്പി. അങ്ങനെ പുഷ് ചെയ്ത് ഏട്ടൻ ഫോണോ കൊണ്ടുവരുമ്പോൾ തന്നെ 4 ആളെ പ്രസവിച്ച്. ഇത് കുറുമ്പീൻ്റെ 3ാമത്തെ പ്രസവം. 3ാമത്തെ ആണെങ്കിലും ഇപ്പോഴും പ്രസവത്തിനൊരു ഹെൽപ്പ് കുറുമ്പിക്ക് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം മൊത്തമായിട്ട് കുറുമ്പിക്ക് ചെയ്യാൻ പറ്റാറില്ല. ഇതാട്ടോ ടെഡി, കുറുമ്പീൻ്റെ മുന്നത്തെ പ്രസവത്തിലുള്ള. ഇതാണ് ഇവരെ കച്ചൻ സിംബ ഒരു സ്റ്റേറ്റ് മെയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെപ്പം നോക്കുമ്പോൾ ഇതിനൊരു വലിയൊരു അറ്റാച്ച് കുറുമ്പീനെ പിള്ളേരോടൊന്നും ഞാൻ കാണാറില്ല. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് 4 ആളും ഒരേ കളറാണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് 5ാമത്തെ ആൾ വന്നത്. 5ാമത്തെ ആൾ ഒരു ഓഫ് വൈറ്റ് കളറിലൊരു പൂച്ചക്കുട്ടിയേനും. ഇതിനെ കണ്ടപ്പോൾ എല്ലാവരും ടെഡി തന്നെയാണെന്നാണ് പറഞ്ഞത്. ടെഡീനെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം കഴിഞ്ഞ പ്രസവത്തിൽ ഞങ്ങൾക്ക് ടെഡീനെ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയുള്ള എല്ലാ പൂച്ചക്കുട്ടികളും നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറുമ്പീനെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനെന്തിനാണ് ചെയ്ത് കൊടുക്കുന്നതെന്ന് തോന്നുന്നവർക്ക്, കുറുമ്പി ആ പ്ലാസൻ്റ പൊട്ടിക്കുന്ന സമയം ഈ പൂച്ചക്കുട്ടീൻ്റെ മൂക്കും വായും ഒക്കെ ആ ഒരു പ്ലാസൻ്റെൻ്റെ ആ ഒരു പാള പോലത്തെ ആ ഒരു ഇതറിയാലോ, അതങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ പോയി ഒരു ടിഷ്യൂ എടുത്തിട്ടോ എന്തെങ്കിലും ഒരു തുണി എടുത്തിട്ടൊക്കെ ആ ഒരു മൂക്കും വായും ഭാഗം ഒന്ന് തുടച്ച് കൊടുത്താലാണ് അവർ ബ്രീത്ത് എടുക്കുക. കുറുമ്പി കണ്ടോ ഇപ്പോഴും ആ പ്ലാസൻ്റ പൊട്ടിക്കുന്ന തിരക്കില്ല. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇതൊക്കെ നക്കി മാറ്റുന്ന ഒരു സമയം ചിലപ്പോൾ ഈ പൂച്ചക്കുട്ടി അതിൻ്റെ ഉള്ളിൽ ശ്വാസം കിട്ടാതെ മരിച്ചു പോകാം. എനിക്ക് കഴിഞ്ഞ പ്രസവത്തിൽ അങ്ങനെ ഒരു പണി കിട്ടിയതാണ്. ഞാൻ കണ്ടില്ല അത് പ്രസവിക്കുന്നത്. ഞങ്ങൾ മോർണിംഗ് ആയി വന്നപ്പം 2 പൂച്ചക്കുട്ടികൾ ഡെഡായി കിടക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രസവത്തിലെങ്കിലും എനിക്ക് അങ്ങനെ ഒരു വീഴ്ച പറ്റരുതെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഫസ്റ്റ് നോക്കി ചെയ്തിരുന്നു. കഴിഞ്ഞ പ്രസവത്തിൽ നമുക്ക് 7 പൂച്ചക്കുട്ടികൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം പിന്നെ വെയിറ്റ് ചെയ്തിരുന്നു ഇനിയും ഉണ്ടോ. പക്ഷെ 5 പേരെ ഉള്ളായിരുന്നു. 5 പേരെ ഹെൽത്തും. ഇതാണ് ബെല്ല വന്ന് നോക്കുന്നത് കണ്ടാൽ പൂച്ചേനോടും കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടാണ് നോക്കുന്നത്. പക്ഷെ അതൊന്നുമല്ല. ആശാൻ്റെ ഉദ്ദേശിച്ച ആ ഫുഡിലേക്കാണ് ഈ കുറുമ്പീൻ്റെ കൂട്ടിൽ കണ്ട പെഡിഗ്രിയിരിക്കുന്നത്, അതിലേക്കാണ്. പിന്നെ എനിക്കത് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പെഡിഗ്രിയൊന്നും കാണുന്നില്ലായിരുന്നു. എന്തായാലും പൂച്ചയും കുട്ടികളൊക്കെ ഓക്കെ ആയിരിക്കുകയാണ്. ഇതിന് ബാക്കി അപ്ഡേറ്റ് ചെയ്യാൻ അടുത്ത